വെള്ളാപ്പള്ളി നടേശൻ ബി.ജെ.പി. ക്യാമ്പിൽ എത്തുന്നത് തടയാനാണ് മലപ്പുറത്തെക്കുറിച്ചും മറ്റും വർഗീയമായി പറഞ്ഞപ്പോൾ കടുത്ത പ്രതികരണം ഉണ്ടാകാതിരുന്നതെന്ന് വെളിപ്പെടുത്തി CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. അതിന് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വില കൊടുക്കേണ്ടി വന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകളോട് ഒരു കാലത്തും CPM-ന് യോജിപ്പില്ലെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്ന വിമർശനമാണ് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഉയർത്തിയത്. മുൻ സ്പീക്കർ AN ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയത് സംഘപരിവാറിനു വേണ്ടിയുള്ള പ്രസ്താവനയാണെന്നും കെ രാഗേഷ് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുള്ള വർഗീയത തികട്ടി പുറത്തു വന്നതാണെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്, ഷംസീറിനെതിരായിട്ട് പ്രതികരണം നടത്തുന്ന സമയത്ത് ഷംസീർ ലീഗിൽ പോകേണ്ട ആളാണ് എന്നോ മറ്റൊരു പ്രയോഗം നടന്നതാണ്. മുസ്ലിം പേരുള്ള ഒരാൾ CPM-ലുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ചാപ്പ കുത്താൻ വേണ്ടി നോക്കുക. ഇത് കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നീചമായ വർഗീയത തികട്ടി പുറത്തേക്ക് വരുന്നത്. അത്തരമൊരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ചു കാലമായി സംഘപരിവാറിന്റെ താല്പര്യാർത്ഥം കേരളത്തിൽ വർഗീയമായ ചിന്ത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പ്രയോഗമാണ്, പ്രതികരണമാണ് അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത്. കോൺഗ്രസ് അന്ന് മിണ്ടിയില്ല. മലപ്പുറം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലയല്ല, അവിടെ CPM-കാരും ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ BJP ക്യാമ്പിൽ എത്താതിരിക്കാനാണ് അന്ന് കരുതലോടെ CPM പ്രതികരിച്ചതെന്നും കെ രാഗേഷ് വെളിപ്പെടുത്തി. ഈ ജാതി സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കും. അങ്ങനെ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ജാതി സംഘടനകളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയ ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള RSSന്റെ നീക്കത്തെ ഞങ്ങൾ പ്രതിരോധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന സംരക്ഷണ സമിതി. അതിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ്, അദ്ദേഹമാണ് ഇടക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് പറ്റുന്ന വിധത്തിലുള്ള പ്രസ്താവന തുടർച്ചയായി നടത്തിയത്. അപ്പോൾ ഉടനെ തന്നെ അതിനിശ്ചിതമായ വിമർശനം അങ്ങോട്ടേക്ക് പറഞ്ഞ് അങ്ങനെ ശക്തമായ വല്ലാത്തൊരു പ്രതികരണം ഉണ്ടാക്കി അദ്ദേഹത്തെ നേരെ സംഘപരിവാറിന്റെ കയ്യിലേക്ക് കൊടുക്കണോ എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അയാളെ പിടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് അങ്ങോട്ടേക്ക് തള്ളിവിടാത്ത വിധത്തിൽ ഒരു വിയോജിപ്പാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വിയോജിപ്പാണ് ഞങ്ങൾ പറയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലാവണ്ടേ? അദ്ദേഹം പക്ഷെ തുടർച്ചയായി ഈ വിധത്തിലുള്ള പ്രസ്താവനയായി മുന്നോട്ടേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതികരണം കൂടുതൽ ശക്തമാക്കണമെന്നായിരുന്നു എന്ന് പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. AN ഷംസീർ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ലീഗ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. വെള്ളാപ്പള്ളി എന്നല്ല, ആര് വർഗീയ നിലപാട് സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് CPM സ്വീകരിക്കുമെന്നും കെ രാഗേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.